ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ തമിഴ് സിനിമയാണ് ഗരുഡൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ അതിന് മുമ്പ് ചെയ്ത് തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ എടുത്താണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഗരുഡൻ എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ വെട്രിമാരൻ കഥ എഴുതി RS ദുരൈ സെന്തിൽകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് പിന്നെ ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമ. സൂര്യയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രധാന വേഷം എന്ന് പറഞ്ഞാൽ പ്രധാന റോളിൽ വന്നിരിക്കുന്നത് സൂര്യയാണ്. സൂര്യ കൂടാതെ ശശികുമാർ ഉണ്ട്, നമ്മുടെ ഉണ്ണിമുകുന്ദ ഉണ്ട്, ശിവത ഉണ്ട്, പിന്നെ കൂടാതെ സമുദ്രക്കനി എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു കഥ പറയുന്ന സിനിമയാണ്. സുഹൃത്ത് ബന്ധത്തിന്റെ ആ കഥയും പിന്നെ വിശ്വാസവഞ്ചനയും എല്ലാം കൂടി കൂടിക്കലർന്ന ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 പാർട്ടുകളായിട്ടാണ്. 3 പാർട്ട് കാരണം 3 ഇതായിട്ട് എന്താ വെച്ചാൽ മണ്ണ്, പെണ്ണ്, പൊന്ന്, ആ രീതിയിലാണ് സിനിമയുടെ കഥ പോകുന്നത്. പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് മണ്ണിലൂടെ പ്രശ്നങ്ങൾക്ക് തുടക്കം ഇടുകയും പെണ്ണിലൂടെ പ്രശ്നം രൂക്ഷമാവുകയും പൊന്നിലൂടെ ദുരന്തങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടുമടുത്ത ക്ലീഷ സ്റ്റോറിയാണ്. ഈ തമിഴ് സിനിമകളിലൊക്കെ ഒരുപാട് കണ്ടുമടുത്ത ക്ലീഷ സ്റ്റോറിയാണ് സംഭവം. പക്ഷെ എന്നാലും അതിന്റെ അവതരണ രീതി കൊണ്ട്, ആ ഒരു പ്രത്യേകത കൊണ്ട്, അവതരണ രീതിയിലെ പ്രത്യേകത കൊണ്ടും ഇവരുടെ പെർഫോമൻസുകൾ കൊണ്ടും നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമയാണ് ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമ. കണ്ടുമടുത്ത കഥയാണ്. അതിന്റെ അവതരണ ശൈലി, അവതരണ രീതി കൊണ്ടും നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമയാണ്. സൂറി ഞെട്ടിച്ച് കളഞ്ഞു തന്നെ പറയാം. കോമാളി കളിച്ച് നടന്ന ഒരു നടനാണ് ഈ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ ഇന്ദ്രൻസ്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മലയാളത്തിൽ ജഗദീഷ്, അതുപോലൊരു ആയിരുന്നു പണ്ട് കോമാളി കളിച്ച് നടന്ന ഒരു കഥാപാത്രമായിരുന്നു സൂരി എന്ന് പറഞ്ഞ സിനിമാ നടൻ. അദ്ദേഹത്തിന്റെ വിടുതല എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഒരു തവണ ഞെട്ടിച്ചാണ്, രണ്ടാമത് തവണയും കൂടി ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂരി എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രം. സൂരി എന്ന് പറഞ്ഞ ആ ഒരു സ്വക്കം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം പൊളിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞെട്ടിക്കാൻ സൂപ്പറായിട്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഉണ്ണിമുകുന്ദൻ, നമ്മുടെ മലയാളികളുടെ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ഉണ്ണിമുകുന്ദന്റെ പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല. നമ്മൾ ശരിക്കും അറിയാമെങ്കിൽ പിന്നെ അദ്ദേഹം എന്താണോ നമുക്ക് ഇങ്ങോട്ട് തരുന്നത് അത് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസുകൾ. കിഡ്ലം പെർഫോമൻസ് ആണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞെട്ടിച്ച് തന്നെ പറയാം, സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രം. ഇമോഷണലി കണക്ട് ആവുന്നൊക്കെ പറയല്ലേ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പണി അറിയാവുന്ന ആളുടെ കൈ കിട്ടിയാൽ ഏതൊരു നടനെയും തേച്ച് മിനുക്കി എടുക്കാന്നുള്ള ഉദാഹരണമാണ് ഉണ്ണിമുകുന്ദന്റെ ആ ഒരു സംഭവം. മലയാളത്തിൽ ഇതുപോലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ കുറവാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ, ഉണ്ണിമുകുന്ദൻ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടട്ടെ. ഇത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ശശികുമാറിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്താ പറയാ, അദ്ദേഹം പൊളിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സമുദ്രക്കനിയും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശിവത അടിപൊളി നടിയാണ്. ശിവത സൂപ്പറാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു 2.5 മണിക്കൂർ സിനിമ നമ്മൾ എൻഗേജ് ചെയ്ത് പിടിച്ചിരുത്താനുള്ള എല്ലാ സംഭവങ്ങളും സിനിമ ഉണ്ട് എന്നുള്ളതാണ്. സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോറി കാര്യങ്ങളും പിന്നെ പ്രഡിക്റ്റബിൾ സ്റ്റോറി കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോറി അല്ല ഇവിടെ മെയിൻ, ഇവരുടെ പെർഫോമൻസ് ആണ് മെയിൻ. അതാണ് സംഭവം. കണ്ടുപോക്കുക, തിയേറ്ററിൽ കണ്ടുപോക്കുക. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല സിനിമയുടെ ആ ഒരു സംഭവം. ഒരു ഡ്രാമ, ഒരു ആക്ഷൻ ത്രില്ലർ സിനിമകളൊക്കെ ആ രീതിയിൽ കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് തന്നെയാണ് സിനിമ എടുത്തിട്ടുള്ളതെങ്കിലും ആ ഒരു കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിലല്ല ചെയ്തിട്ടുള്ളത്. സംഭവം സൂപ്പറാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടുനോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമയുടെ നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്, നല്ല ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.